ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചാരിറ്റി പ്രവർത്തനായ നമ്മളെ ഷമീർ കുന്നമംഗലത്തിന് കൊണ്ടോട്ടിയിലെ രോഗിയുടെ കുടുംബം ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായി നൽകിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകൾ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മീഡിയ വണ്ണും അതുപോലെ കേരള ടിവിയും എല്ലാം വ്യാപകമായിട്ട് ആ വാർത്തകൾ ഇന്ന് കവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊണ്ടോട്ടിയിലെ ഷമീർ ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയോ, എന്താണത് വാങ്ങാനുള്ള കാരണം എന്നൊന്നും ചിന്തിക്കാതെ വളരെ വ്യാപകമായ രീതിയിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും എല്ലാം ആക്രമിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ SMA എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച് ഷാമിൽ മോൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഏകദേശം 3 കോടി രൂപ വില വരുന്ന ഒരു മരുന്ന് കുത്തിവെച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നുള്ളൂ. അത്തരമൊരു സന്ദർഭത്തിൽ അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഏകദേശം 1 കൊല്ലത്തോളം കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിയതിന് ശേഷവും ഈ ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടി സമാഹരിക്കാൻ വേണ്ടി കഴിയാതെ വന്നതിനാലാണ് ആ കമ്മിറ്റി നമ്മുടെ ഷമീർ കുന്നമംഗലത്തിനെ സമീപിക്കുന്നതും അദ്ദേഹം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് രൂപം നൽകുകയും അതുപോലെ തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ചെയർമാനായിട്ട് അവിടുത്തെ MLA ആയ ഇബ്രാഹിം സാഹിബിനെ തന്നെ തീരുമാനിക്കുകയും അതുപോലെ തന്നെ രക്ഷാധികാരിയായിട്ട് നമ്മുടെ സാദിഖ് അലി തങ്ങളെയും അതുപോലെ തന്നെ മുഹമ്മദ് ബഷീർ സാഹിബിനെയും ET മുഹമ്മദ് ബഷീർ സാഹിബിനെയും എല്ലാം ഏൽപ്പിച്ചുകൊണ്ടാണ് വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് എവിടെയാണോ ഫാൾട്ട് പറ്റിയത് എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം ഇത്തരം ഒരു രോഗിയുടെ പിരിച്ച ഫണ്ടിൽ നിന്ന് 1 രൂപ എടുത്തിട്ട് പോലും അദ്ദേഹം അങ്ങനെ ഒരു ആനുകൂല്യം പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100% അത് തെറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ഫണ്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ ഒരു കാർ ഞാൻ വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് തീർച്ചയായിട്ടും നമ്മളൊന്ന് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അതിൽ നമ്മുടെ MLA ആയ ഇബ്രാഹിം സാഹിബിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായി കേൾക്കാം. അതിനുശേഷമാണ് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അവിടെ നടന്നത് എന്ന് തീർച്ചയായിട്ടും തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യമായി ഇബ്രാഹിം സാഹിബ് പറയുന്ന വാക്കുകളിലേക്ക്. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഇതിൻ്റെ ഫണ്ട് അച്ചീവ് ചെയ്തു, അത് കഴിഞ്ഞ് അതിൻ്റെ സമാപന യോഗം ചേരണം, ഒരു ഡേറ്റ് വേണമെന്നാണ്. ഞാൻ ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് പ്രകാരം യോഗം ചേരുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാനൊരു പുറത്തൊരു കാറ്, ഒരു പഴയ കാറാണ്, പുതിയ കാറൊന്നുമല്ല, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ പുതിയ കാറൊന്നുമല്ല, ഒരു പഴയ കാറ്, അതിൻ്റെ ചുറ്റും പിന്നെ കുറച്ച് ഡെക്കറേഷനൊക്കെ നടത്തിയിട്ട് ആ കാറുണ്ട്. പിന്നെ ഞാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ യോഗത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഇതിൻ്റെ ഈ ഷാമിൽ മോൻ്റെ കുടുംബം ഇവർക്കൊരു ഉപഹാരം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ ആദ്യം അത് അത്ര മനസ്സിലാക്കിയില്ല. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ചർച്ച ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്ന മുറക്ക് എന്നോട് പറഞ്ഞു, അല്ല ഒന്ന് MLA നിൽക്കണം, ഒരു ഉപഹാരം കൊടുക്കുന്ന ചടങ്ങുണ്ട്, അതിലോ നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ഈ കുടുംബം, ഷാമിൽ മോൻ്റെ കുടുംബം, അവർ സത്യത്തിൽ ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇതിലേക്ക് തന്നെ സമാഹരിച്ച അവരുടെ കുടുംബം കൊടുത്ത ഫണ്ടാണ്, ഇതിലേക്ക് കൊടുത്തതാണ്. പക്ഷേ ഈ ചികിത്സാ സഹായിക്ക് മറ്റുള്ള ആളുകൾ തന്നത് അവരുടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ, അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നുള്ളതുകൊണ്ട് അവരുടെ ഇതിലൊന്നും തൊടാതെ കുടുംബങ്ങൾ ഒന്നിച്ച് ഇതിനു വേണ്ടി കൊടുത്ത ഒരു ഫണ്ടാണ് കൊടുക്കുന്നത് എന്ന് അവരെന്നെ തീരുമാനമെടുത്തു. നമ്മൾ ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് ഇയാൾക്ക് ഉപകാരമായിട്ട് കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കുമ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇതൊരു ഇന്നോവ കാറ്, ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള, പുതിയ കാറല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ, 2018 മോഡലാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ കാറാണ് കൊടുക്കുന്നത്. അതിന് പകരം ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ കാർ MLA ആണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടു കാണും. ഏതായാലും നാട്ടിൽ നടക്കുന്ന ഈ ചികിത്സാ കമ്മിറ്റിയുടെ എല്ലാ തലപ്പത്തും ഏകദേശം വരുന്നത് MLA മാരോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്മാരോ എല്ലാം ആയിരിക്കും. അപ്പോൾ അതുപോലെയാണ് അദ്ദേഹം വന്നത്. എന്നാൽ അദ്ദേഹത്തിന് അവിടത്തേക്ക് വിളിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സമാപന സമ്മേളനമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡേറ്റ് കൊടുക്കുന്നു. അദ്ദേഹം സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ നമ്മുടെ ഏകദേശം 3 കോടി രൂപ 33 ദിവസം കൊണ്ട് രാവും പകലും അധ്വാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ എല്ലാം തുക സമ്പാദിച്ചതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുന്ന ഒരു ചടങ്ങാണ് അവിടെ സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ ചടങ്ങിൽ ഇങ്ങനെ ഒരു കാർ കൊടുക്കുന്ന കാര്യമൊന്നും നമ്മുടെ MLA ഇബ്രാഹിം സാഹിബ് അറിയുകയുണ്ടായിരുന്നില്ല. എന്നാൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാണ്, പോകല്ല, ഇവിടെ ഒരു സമ്മാന ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്, ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായിട്ട് ഈ കുടുംബം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് കൂടി സമ്മതിക്കുകയാണ്. എന്നാൽ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അതിൽ നിന്ന് അല്ല, എടുത്തിട്ടല്ല എന്നും, കുടുംബക്കാർ സമാഹരിച്ച ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാർ സമ്മാനമായിട്ട് നൽകുന്നത്. എന്നാൽ വ്യാപകമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഇന്നോവ ഏകദേശം 35 ലക്ഷം വരുന്ന ഒരു ഇന്നോവ കാർ സമ്മാനമായി നൽകി എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ക്യാപ്ഷനുകൾ കൂടി ചർച്ചകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് സത്യമല്ല എന്ന് MLA തന്നെ പറയുകയാണ്. ഏകദേശം 2018 രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവ കാറാണ്, അത് പഴയ ഇന്നോവ കാറാണ് അദ്ദേഹം സമ്മാനമായിട്ട് കൊടുത്തത്.
എന്നാൽ ആ സ്റ്റേജിൽ വെച്ച് കൊണ്ട് തന്നെ ഷമീർ കുന്നമംഗലം ഒരു കാര്യം പറയുകയുണ്ടായി, അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 കാറിൻ്റെ ആവശ്യമില്ല എന്നും തൻ്റെ പഴയ 2012 രജിസ്ട്രേഷനായ ഇന്നോവ കാർ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ് എന്ന് ചാവി MLA കയ്യിൽ കൊടുക്കുകയാണെന്ന് അവിടുന്ന് പബ്ലിക്കായിട്ട് പറയുകയും ചെയ്ത ആളാണ് ഷമീർ കുന്നമംഗലം. എന്നാലും അദ്ദേഹത്തിൻ്റെ ചില ഫാൾട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സത്യമാണ്. പുതിയ ഒരു കാറൊന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് നൽകിയിട്ടില്ല. ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് ഈ കാറിനെ സംബന്ധിച്ചിട്ട്. 2012 മോഡലിൽ ഇന്നോവ കാർ അദ്ദേഹം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു ഡിഫറൻസ് ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഷമീർ കുന്നമംഗലത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. ആ ചടങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ 33 ദിവസവും ആ നാട്ടിലെ രാവിലെ കുന്നമംഗലത്ത് നിന്ന് 9 മണിക്ക് ഞാൻ അവിടെ പോയി, രാത്രി 2 മണിക്കാണ് തിരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. അതുവരെ 33 ദിവസം ഉപയോഗിച്ചത് 2012 എൻ്റെ ഇന്നോവ 10-12 സുഹൃത്തുക്കൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇന്നോവ വണ്ടിയായിരുന്നു. അത് കംപ്ലൈൻറ്റും പല സമയത്തും വർക്ക്ഷോപ്പിലൊക്കെ ആകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു സ്നേഹോപഹാരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞ സമയം മുതൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, പരസ്യമായിട്ടല്ലാതെ ഒരു തരത്തിലേക്കുള്ള ഒരു ഇടപാടും നടത്താൻ പാടില്ല. ഈ വീഡിയോയിൽ വന്നിട്ടുള്ള സാമ്പത്തിക സമാഹരണത്തിൽ നിന്ന് 1 രൂപ പോലും അതിലേക്ക് മാറ്റിവെക്കാനോ പാടില്ല എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചടങ്ങിൽ വെച്ച് ആ ഒരു ചാവി കൈമാറുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉമ്മയുടെ കൈകൾ കൊണ്ടും ഷാമിൽ മോൻ്റെ സാന്നിധ്യത്തിലുമായി അവരത് കൈമാറി. ശരിക്കും അവരെ കുടുംബത്തിലെ അകന്ന ബന്ധുക്കൾ ചികിത്സയ്ക്ക് വേണ്ടി സമാഹരിച്ച് ഒരുപാട് അവർ സഹായിച്ചു. അതിനുശേഷം സമാഹരിച്ച കുറഞ്ഞ തുക 6 ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഓടാൻ വേണ്ടി അവരെ സന്തോഷം എന്നുള്ള നിലയ്ക്ക് അത് നൽകിയത്. അപ്പോൾ കാര്യങ്ങൾക്ക് ഏകദേശം ഒരു തീരുമാനമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാവുന്നതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആ സ്വീകരണ സമാപന സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഷാമിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് ഈ ചാവി ആ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. എന്നാൽ അത്തരമൊരു സന്ദർഭത്തിൽ അത് മടക്കുകയോ അത് നിരുത്സാഹപ്പെടുത്തുകയോ അത് വേണ്ടയോ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ആ കുടുംബത്തിൻ്റെ മനോവിഷമങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിൽ ആക്കിക്കൊണ്ട് അദ്ദേഹം അത് അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് 2 കാറിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഒരു കാർ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്, ഈ കാർ ഞാൻ പകരം സ്വീകരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അപ്പോൾ തന്നെ അത് വേണ്ട, തനിക്ക് വേണ്ട എന്ന് അദ്ദേഹത്തിൻ്റെ സൗണ്ട് എടുത്ത് ഉറക്കെ പറയേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം നമ്മൾക്കുമുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് എല്ലാ ഈ ചാരിറ്റി പ്രവർത്തന രംഗത്തും ഇത്തരം ഒരുപാട് മോശകരമായ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അശ്രദ്ധ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ 2012 രജിസ്ട്രേഷൻ ഇന്നോവ കാറിൽ രാവിലെ 8 മണി മുതൽ രാത്രി 2 മണി വരെ ഈ കാര്യത്തിന് വേണ്ടി 33 ദിവസം ഉറക്കഴിഞ്ഞുകൊണ്ട് താൻ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ആ ഒരു പ്രയത്നം ഈ കുടുംബം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇനിയും ഒരുപാട് കുട്ടികൾക്ക് ഇത്തരം സൂക്കേടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്തരം സ്ഥലത്തേക്ക് ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വേണ്ടി ഈ കാറ് മതിയാവില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കുട്ടിയുടെ കാര്യങ്ങൾ ഇപ്പം ഏകദേശം ശരിയായിരിക്കുന്നു. ഇനിയൊരു കുട്ടിക്ക് ഇത്തരം ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണ് കുടുംബക്കാർ സ്വരൂപിച്ച ഫണ്ടിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു ക്രിസ്റ്റ, അതും സെക്കൻഡ് ഹാൻഡ് അവൾക്ക് നൽകാൻ വേണ്ടി അവർ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ശ്രദ്ധക്കുറവുണ്ടായി, അദ്ദേഹത്തിനൊരു ഫാൾട്ട് പറ്റി എന്ന കാര്യത്തിൽ 100% യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം ചാരിറ്റി പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന നല്ലൊരു മനുഷ്യനാണ്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഒരുപാട് കുട്ടികൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന കാര്യത്തിൽ 100 കണക്കിന് കേസുകൾ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് തീരുമാനമുണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ കുഞ്ഞു മോന് ഏകദേശം 3 കോടി രൂപയോളം വില വരുന്ന മരുന്ന് പുറത്തുനിന്ന് എത്തിക്കാൻ വേണ്ടി 1 കൊല്ലം പ്രയത്നിച്ചിട്ടും നടക്കാത്ത കാര്യമാണ് ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകൻ ഏകദേശം 33 ദിവസം കൊണ്ട് അദ്ദേഹം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്, വലിയൊരു സേവനമാണ്, വലിയ മഹത്വവൽക്കരിക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ്. ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചാൽ പടച്ച തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കുറ്റങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഈ കാര്യത്തിൽ അദ്ദേഹം തന്നെ സ്വന്തം തെറ്റ് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൂടി നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ എനിക്കൊരു ജാഗ്രത കുറവ് അവിടെ ഉണ്ടായി. ഒരിക്കലും ഞാൻ അത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഒരു ബഹുമാന പുരസ്സരം എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് ഞാൻ അത് അധിക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ സ്നേഹപൂർവ്വം നിരസിക്കുന്നതോ ഒരു പ്രയാസകരമായിരിക്കും എന്നുള്ള നിലയ്ക്ക് അത് ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ അന്നപ്പോഴേക്ക് ഒരു കാര്യവുമില്ലാതെ
MH വണ്ടി 2017 മോഡല് ഇന്നോവ നൽകിയത്, ഞാനത് 2012 ഇന്നോവ തിരിച്ചു നൽകിയത് പോലും വാർത്തയാക്കാതെ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വളരെ മോശകരമായി വ്യക്തിഹത്യ നടത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു രീതിയാണ് നടന്നുകൊണ്ടിരിക്കുക. അതിനുശേഷം എനിക്ക് വലിയ മാനസിക പ്രയാസം വന്നു. എനിക്ക് അതിലൊരു നിലക്കും പോവാൻ സാധിക്കില്ല എന്ന് ഞാൻ ആ കുടുംബത്തെ അറിയിച്ചതിന് ശേഷം ഇന്നലെ രാത്രി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ വണ്ടി അവരെ തിരിച്ചേൽപ്പിക്കുകയുമാണ് തീർച്ചയായും ഉണ്ടായിട്ടുള്ളത്. സ്വന്തം തെറ്റ് തിരിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അദ്ദേഹം പറയുന്നുണ്ട് തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. താൻ അത് അന്നപ്പോൾ തന്നെ തിരുത്തേണ്ടതായിരുന്നു. അതിനുശേഷം തെറ്റുകൾ മനസ്സിലാക്കി ആ വാങ്ങിയ കാർ തിരിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒരു നല്ല ഒരു മെസ്സേജ് സമൂഹത്തിന് നൽകിയിരിക്കുകയാണ്. അല്ലാതെ ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകൻ ഇന്നോവ ക്രിസ്റ്റ വാങ്ങി മുങ്ങി അതിനുശേഷം പ്രശ്നമായപ്പോൾ അത് തിരിച്ചു കൊടുത്തു തടി ഊരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോട് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒന്നും പറയാൻ വേണ്ടിയില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജാഗരൂകരായിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചാരിറ്റി മേഖല പ്രവർത്തിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.